പടം നൈസാണ്. വിഷ്വൽ എൻ്റെ അമ്മക്ക് ഇടുക്കി ആൻഡ് ഓൾസോ സൗണ്ട് മിക്സിങ് വളരെ നൈസായിരുന്നു. കാരണം അതിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പോലും ഇറിറ്റേറ്റ് ആവും. അത് അത്രയും ഒറിജിനാലിറ്റി. ആൻഡ് ഋഷഭ് ഷെട്ടി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങേര് സെറ്റാണ്. കാരണം അങ്ങേര് ഡയറക്ഷൻ ചെയ്തതായാലും ശരി, അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല, ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതേപോലെ ഡയറക്ഷൻ എങ്ങനെ രണ്ടും കൂടെ കൊണ്ടുപോയെന്ന് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കുന്നു. ആൻഡ് മോർ ഓവർ ദാറ്റ് സിനിമയിൽ ബാക്കി നോക്കുമ്പോൾ വിഷ്വലി എല്ലാം ഇതാണ്. പിന്നെ സ്റ്റോറിയിൽ ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഉണ്ട്. ബട്ട് എന്നാൽ അത് കഥയ്ക്കൊരു ബിൽഡാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നോക്കിയപ്പോൾ. ആൻഡ് ഓൾസോ എല്ലാ കാര്യങ്ങളും ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നാലും എല്ലാം വളരെ യുണീക്ക് സ്റ്റൈലായിരുന്നു ഈ സിനിമയുടെ. പിന്നെ കാന്താര ഞാൻ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിലല്ല കണ്ടത്, OTT-ലായിരുന്നു. ബട്ട് എന്നാലും എൻ്റെ വീട്ടിൽ തിയേറ്റർ എഫക്റ്റിൽ ഞാൻ കണ്ടപ്പോഴും വാട്ട്സ് മെജസ്റ്റിക് ആയിരുന്നു. പക്ഷെ അതിനെക്കാട്ടും വളരെ യുണീക്കായിട്ടും വളരെ ഡിഫറൻഷ്യലായിട്ട്, അത് പ്രീക്വലായിട്ട് എടുത്തത്. അതായത് മിക്ക സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബില്ല സീരീസ് അറിയാലോ, ബില്ല സീരീസ് 1, 2 വന്ന് സീക്വലായിരുന്നു, പ്രീക്വൽ വന്ന് 2-ലായിരുന്നു. പക്ഷേ അങ്ങനെ കുറേ ഫ്ലോപ്പ് വന്നിട്ടുണ്ട്, വില്ല 2 ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അതേപോലെ വരല്ലെന്ന് ഞാനും ആഗ്രഹിച്ചു. ബട്ട് വന്നില്ല. വളരെ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിന് അനുയോജ്യമായിട്ട് തന്നെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവന്നിട്ടു. ആ ഒരു എന്താണ് ആ ലെഗസിയുടെ ഒരു ചാപ്റ്റർ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ് പാർട്ടിന് വെയിറ്റിംഗ്. അതിന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓരോ സീൻ ആലോചിക്കുമ്പോഴും ഇപ്പോഴും ആ ഒരു എഫക്റ്റ് മാറിയിട്ടില്ല. കാണുമോ? പിന്നെ ഉറപ്പായിട്ടും എത്ര കണ്ടാലും മതിയാവത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷയില്ല. സൗണ്ട് എഫക്റ്റ്, വിഷ്വൽ എഫക്റ്റ് എല്ലാം സൂപ്പർ. തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. ഫസ്റ്റ് കാണുന്ന ഒരാൾ അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും പറയാം. മേക്കിങ്, വിഷ്വൽ എഫക്ട്സ് കിട്ടില്ല. 1000 കോടി കിട്ടില്ല. അത് ഓരോ സീനും എങ്ങനെയുണ്ട്? ഋഷഭ് ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കിടില, സൂപ്പർ അഭിനയ സെറ്റ്. ക്ലൈമാക്സ് ഒക്കെ തീ പിടിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ക്ലൈമാക്സ് ഒക്കെ സെറ്റ്. മൊത്തം സിനിമ തുടങ്ങണോട്ട് എൻ്റെ വരെ കിട്ടില്ല. നല്ലൊരു എൻജോയ് ചെയ്തു. കിട്ടില്ല. സിനിമ സൂപ്പറോടും എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തിൽ? എന്താ എടുത്ത് പറയാൻ? ഋഷഭ് ഷെട്ടി സൂപ്പർ പടം കൊള്ളായിരുന്നു. സെറ്റ് പടമായിരുന്നു. എങ്ങനെയുണ്ട്? വിഷ്വലും BGM എല്ലാം കൂടെ എല്ലാം കിട്ടില്ല. എല്ലാവർക്കും ഞാൻ കാണാൻ മാത്രമേ പറയുള്ളൂ. കാരണം കിണ്ണ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അല്ല ഫോണിൽ നിന്ന് കണ്ടി ഒന്നും സെറ്റാവില്ല. പക്ഷെ സെറ്റ് പടമായിരുന്നു. നമ്മുടെ പാർട്ട് 1 ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലി പാർട്ട് ഇത് ഇത്ര സെറ്റാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കിടിലം പടം. അഭിനയം എല്ലാം കഥയെല്ലാം സെറ്റ് പടമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അഭിപ്രായമാണ്. ക്ലൈമാക്സ് ഞാൻ വിചാരിച്ചില്ല മറ്റേ അതിലുള്ള അവര് വേറെ ഇതാന്ന് വിചാരിച്ചില്ല. പക്ഷെ ക്ലൈമാക്സ് കൊണ്ടൊരു ട്വിസ്റ്റ് കിടിലായി. സെറ്റ് പടമായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തിൽ? കൊള്ളാം. നല്ല ഡയറക്ഷൻ കൊള്ളാം. നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഷ്വലി കൊള്ളാം. നല്ലോണം എടുത്തിട്ടുണ്ട്. എടുത്ത് അങ്ങനെ അത് കാണണം. അത് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തില്? VFX ആണോ? എന്താ? VFX കൊള്ളാം, വിളിയും കൊള്ളാം. നൈസായിരുന്നു. എങ്ങനെയുണ്ട്? ഋഷഭ് ഷെട്ടി എങ്ങനെയുണ്ടായിരുന്നു? ഋഷഭ് ഷെട്ടി അടിപൊളി. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു പടം? എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തിൽ പറയാൻ? കൊള്ളാം. ഫസ്റ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും നല്ലത്. ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്. ജനമേട്ട് നല്ലതാണ്. പക്ഷെ ഋഷഭ് ഷെട്ടി ഈസ് അമേസിംഗ്. ഒരു രക്ഷയില്ല, പൊളിച്ചു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി. കാന്താരല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. അതിലുള്ള ആക്ഷൻസും തന്നെ. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നന്നായിരുന്നു. എങ്ങനെയുണ്ട്? വിഷ്വലി എങ്ങനെയുണ്ടായിരുന്നു പടം? വിഷ്വലി കൊള്ളാം. നല്ല VFX അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വേറെ അങ്ങനെ എന്താ പറയുക, എഴ്സിൽ അങ്ങനെ വലിയ കാര്യം തോന്നിയില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. റിവ്യൂ എല്ലാം കേട്ട റിവ്യൂ എല്ലാം കൊള്ളാം. നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ്.